ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് കന്യമൂല എന്ന് നമ്മൾ പറയുന്ന ആ ദിക്ക് ആ വീട്ടിലെ ഗൃഹനാഥയാണ് സൂചിപ്പിക്കുന്നത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയും പെട്ടെന്ന് ബാധിക്കുന്നത് ഗൃഹനാഥയായിരിക്കും. തെക്കു പടിഞ്ഞാറ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചു. ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇത് കാരണമാണ്. ഗൃഹനാഥന്റെ ദിക്കായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നത് വടക്കു പടിഞ്ഞാറ് കോർണറാണ്. അപ്പോൾ വടക്കു പടിഞ്ഞാറ് കോർണറിൽ ഉള്ള ഏതൊരു പ്രശ്നവും ഗൃഹനാഥനെ സാരമായി ബാധിക്കും. നമസ്കാരം. ഏകദേശം 20 വർഷത്തിലേറെയായി വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റായി പ്രവർത്തിച്ചു വരുന്ന സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്തേ സാർ, ഈ ഫുങ്ഷു തിയറി പ്രകാരം ഓരോ ദിക്കും ഓരോ വ്യക്തികളെ റെപ്രസെന്റ് ചെയ്യുന്നു, പ്രതിനിധാനം ചെയ്യുന്നു നമ്മൾ പറയുന്നുണ്ട്. അത് ഗുണങ്ങളായാലും അത് തെറ്റിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നും സാർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ്, അത് ഓരോ ദിക്ക് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ്, അതായത് തെക്കു പടിഞ്ഞാറ് കന്യമൂല എന്ന് നമ്മൾ പറയുന്ന ആ ദിക്ക് ആ വീട്ടിലെ ഗൃഹനാഥയാണ് സൂചിപ്പിക്കുന്നത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയും പെട്ടെന്ന് ബാധിക്കുന്നത് ഗൃഹനാഥയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം തെക്കു പടിഞ്ഞാറ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചു. അത് ഗൃഹനാഥയ്ക്ക് ദോഷമാകും. ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ സാധ്യതയുണ്ടാവും. അടുത്തത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇത് കാരണമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം. ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ വിളിച്ചിട്ട് പറയുന്നു, സാറേ എൻ്റെ മകൾക്ക് 30 വയസ്സായി, ഇതുവരെ വിവാഹം നടന്നിട്ടില്ല, നമ്മൾ ഇത്രാമത്തെ വയസ്സ് തൊട്ട് ആലോചനകൾ നോക്കിയതാണെന്ന് നോക്കി ആ വീട് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യുമ്പം അതിന്റെ സൗത്ത് വെസ്റ്റിലൊരു പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ടാണ് കുട്ടിയുടെ വിവാഹം നടക്കാതെ പോകുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഗൃഹനാഥയെ ബാധിക്കും. സൗഭാഗ്യം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കും, വിവാഹം അങ്ങനെയുള്ള സൗഭാഗ്യത്തെയും ബാധിക്കും. അപ്പം അത് ഒരു ദിക്ക്, തെക്ക് പടിഞ്ഞാറ് കന്നിമൂല. അടുത്തത് വടക്കു പടിഞ്ഞാറ് വായുകോണ്. തെക്കു പടിഞ്ഞാറ് വീട്ടിൽ ഗൃഹനാഥയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഗൃഹനാഥന്റെ ദിക്കായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നത് വടക്കു പടിഞ്ഞാറ് കോർണറാണ്. അപ്പോൾ വടക്കു പടിഞ്ഞാറ് കോർണറിൽ ഉള്ള ഏതൊരു പ്രശ്നവും ഗൃഹനാഥനെ സാരമായി ബാധിക്കും. അപ്പോൾ അവിടെ വരാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്തോ പുറത്തോ അവിടെ ഒരു ടോയ്ലറ്റ് വരിക, അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ സ്ക്വയർ ഷേപ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ മൂല ഒഴിച്ചിടുക. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. കാരണം എന്താ, ചിലപ്പോൾ സ്ക്വയർ ഫീറ്റ് കൂടി പോവും, അല്ലെങ്കിൽ ഇത്രയും പോകാൻ നമുക്ക് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും വേറൊരു നിർമ്മിതി നിൽക്കുകയോ, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഞാൻ നേരത്തെ പോലെ പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്, ഒരു തെങ്ങ് അവിടെ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നു, അവിടെ വെച്ച് ബാക്കി വീട് സ്ക്വയറാണ്. അതെന്താ ഇവിടെ ഒഴിച്ചിട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അന്ന് ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ തെങ്ങിനെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്താണ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തെങ്ങ് പോയി, വീടിന്റെ വാസ്തുവും പ്രശ്നമായി. അപ്പൊ നോർത്തും അങ്ങനെയും നമുക്ക് സംഭവിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള വീടുകളിൽ ഗൃഹനാഥന്റെ അഭിവൃദ്ധിയില്ല, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിങ് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ, നമ്മളെ പറ്റി ഒരു നല്ല വാക്ക് പറയാൻ ഒരാളില്ല. മനസ്സിലായല്ലേ? ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഡെയിലി വരുമാനമില്ല. ഇത്തരത്തിൽ നോർത്ത് വെസ്റ്റ് നഷ്ടപ്പെട്ടു പോയ പല വീടുകളിലും ഗൃഹനാഥൻ വീട്ടിലുണ്ടാവൂല, വിദേശത്തായിരിക്കും. കാരണം ഗൃഹനാഥന്റെ ദിക്ക് അവിടെ മിസ്സിംഗ് ആണ്. പലരും ഈ ഒരു വിഷയം അറിയുന്നില്ല. ഇദ്ദേഹം ഉള്ള കാലം മൊത്തവും ഗൾഫിലായിരിക്കും. വല്ലപ്പോഴും കൂടി വരും പോകും എന്നുള്ളതല്ലാതെ നാട്ടിൽ ഇദ്ദേഹത്തിന് കാണാനുള്ള സാധ്യതയും കുറവാണ്. കാരണം അങ്ങനെയാണ് അത് വാസ്തുവിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പറയുന്നത്. അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് വ്യക്തികളെ പറ്റി പറയുമ്പോൾ മകനും മകളുമാണ്. അപ്പോൾ മകന്റെ ഏരിയ എന്ന് പറയുന്നത്, മൂത്ത ആൺകുട്ടിയുടെ ഏരിയ എന്ന് പറയുന്നത് കിഴക്കാണ്. കിഴക്ക് മിസ്സിംഗ് ആയി പോയി കഴിഞ്ഞാൽ ഈ മകന്റെ പ്രോസ്പെരിറ്റിയെ അത് ബാധിക്കും. പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന, ആക്റ്റീവ് ആയിരിക്കൂല, എല്ലാത്തിനും ഇപ്പൊ പുറത്തിറങ്ങാത്ത, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന, അങ്ങനത്തിലുള്ള പലതരത്തിലുള്ള ഒരു അവസ്ഥ ഈ മകൻ കാണിക്കും. പൊതുവെ വീട്ടിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാവും. കിഴക്കിന്റെ മിസ്സിംഗ് ആണ് കാരണം. അടുത്തത് മകള്. മകളെ പറ്റി പറയുമ്പോൾ ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണറായ അഗ്നികോണാണ് അവിടുത്തെ മൂത്ത മകളുടെ ഏരിയ. ആ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അവിടെ മിസ്സിങ്ങോ ടോയ്ലറ്റോ ഉണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയെ ബാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ വ്യക്തികളെയും, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും, നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. എവിടെയാണോ നമുക്ക് പ്രോബ്ലം വന്നിരിക്കുന്നത് ആ ദിക്കിന്റെ പ്രശ്നം നമ്മളെ ബാധിക്കും.
ഇതിനൊക്കെ പരിഹാരങ്ങളും എല്ലാത്തിനും പരിഹാരങ്ങളും ഫെങ്ഷുയിലുണ്ട്. ചിലര് പിന്നെ പറയും ഇപ്പം നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിനൊരു പരിഹാരം ചെയ്ത് കളയാം. അത് തെറ്റാണ്. വന്നു പോയെങ്കിൽ ഓക്കെ, നമുക്കതിനെ പരിഹരിക്കാം. ഇപ്പോൾ ഒരു പിന്നെ വീടിന്റെ ഒരു എന്താ പറയുന്ന എലിവേഷന് വേണ്ടിയിട്ട്, വീടിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മൂലകൾ മിസ്സാക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇറക്കി ബാക്കിലേക്ക് ഇറക്കിയൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് നമുക്ക് അതിന് പരിഹാരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. നിങ്ങൾക്കൊരു വിഷയം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫെങ്ഷുയിലൂടെ പരിഹരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാതെ സംഭവിച്ചു പോയതാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് റിസൾട്ട് വരില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഡൗട്ട്സ് ആണ് ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടും ഓരോ എപ്പിസോഡായിട്ടും ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരണം. അത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോടുകൂടി സാറിന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, സാർ അത് പറയുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് സാറിനെ നേരിട്ട് കാണണം, ഒന്ന് കൺസൾട്ട് ചെയ്യണം, എന്നിട്ട് ഇനി വീഡിയോ വെക്കാം എന്നുള്ള പ്ലാൻ ഉള്ളവരാണെങ്കിൽ അതിനാണ് കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.